ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണ്. നമ്മൾ ഡേ 2 ഇൻ കാശ്മീർ ആട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മുടെ ബയ്യ നമുക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ്. അത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാശ്മീരിൽ എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. എനിക്കത് മാത്രമേ പറയാനുള്ളായിരിക്കും, എന്നാലും പറയണമല്ലോ. നമ്മൾ പോകുന്ന ഓൾ ദ വേ ത്രൂ ഔട്ട് ദ വേലി ഫ്ലവേഴ്സ് കാണും. ഇത് എന്താ ഇതിൻ്റെ പേരെന്ന് നമുക്ക് അറിയത്തില്ല, ബയ്യയുടെ ശേഷവും ബയ്യക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആലങ്കാരികമായിട്ട് നമ്മൾ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ പോയില്ല. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എവിടെ നോക്കിയാലും ചെമ്മരിയാട് ആടുകളൊക്കെയാണ്. ഇവർ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയിട്ട് അവിടെ വയ്യ പറഞ്ഞ് പെട്ടെന്ന് പോകാം. ബിക്കോസ് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ മിനി സ്വിറ്റ്സർലൻഡ്, അതായത് പെഹൽഗാമിലേക്കാണ്. അപ്പം പോകുന്ന വഴിക്കത്തെ ഇത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഏരിയ ആണ്. ഇത് സംഗം ഏരിയയിലാണ്, അതായത് സൗത്ത് കാശ്മീരിലാണ്. കഴിഞ്ഞ ഈ ഇടയ്ക്കെങ്ങാണ്ട് സച്ചിൻ തെണ്ടുൽക്കർ വന്നാരെന്നാണ് പറഞ്ഞത്. ഭയങ്കര നമുക്കറിയത്തില്ല, വന്നായിരുന്നു. നമ്മൾ കണ്ടായിരുന്നു, ന്യൂസ് കണ്ടായിരുന്നു കാശ്മീരിൽ വന്നത്. അപ്പം മോസ്റ്റ്ലി ഇവിടെ നിന്നാണ് എല്ലായിടത്തോട്ടും ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. പിന്നെ ഇത് ആപ്പിൾ തോട്ടമാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പയ്യ പറഞ്ഞ് വേണ്ട, ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഓഗസ്റ്റിലെങ്ങാണ്ടാണ് ആപ്പിളിൻ്റെ സീസൺ വരുന്നത്. ഇത് ചുമ്മാ നക്ലിയാട്ടോ, അതായത് റിയൽ അല്ല, പ്ലാസ്റ്റിക്കിന് ചുമ്മാ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേക്കുന്നുണ്ട്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് മരത്തേന്ന് ഒരു ആപ്പിൾ കടിച്ച് പറിച്ചിരിക്കണമെന്നൊക്കെ, പക്ഷെ നടന്നില്ല. നെക്സ്റ്റ് ടൈം നോക്കാം. പക്ഷേ നമ്മൾ ഒരു വഴിക്കെത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി, അതായത് കുറച്ചൊരു ഡിലേ വന്നു. ബിക്കോസ് ഇത് ഈ ഇന്ത്യൻ ആർമി ആൻഡ് BSFകാരുടെ വണ്ടി പോയതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് ഒരടി മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഫുൾ റോഡ് ബ്ലോക്ക് ആക്കി. ഇതൊന്നും രണ്ടോ അല്ല, ഒരു 10-12 ഉണ്ട്. ഇവിടെ മെയിനായിട്ടും എൻ്റെ ഒരു അറിവിൽ ഇന്ത്യൻ ആർമി ഉണ്ട്, BSF ഉണ്ട്, CRPF ഉണ്ട്, CIS ഉണ്ട്. ഇതിൽ ഇന്ത്യൻ ആർമിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് BSFകാർ. ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റീസ് ആൻഡ് കൗണ്ടർ ടെററിസം, അതായത് ഇന്ത്യൻ ആർമിയുടെ കൂടെ. CRPF എന്ന് പറഞ്ഞാലും ഇൻറ്റേർണൽ സെക്യൂരിറ്റീസ് ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നവരാണ്. അതായത് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണുന്ന ആൾക്കാർ അത് CRPFകാരാട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ CISFകാരാണ്. അവരെന്ന് പറഞ്ഞാൽ ഇതൊരു മോസ്റ്റ്ലി പ്രിഫേർഡ് ജോബാണ്. ബിക്കോസ് ഈ ജോബിന് പ്രൊഫൈൽ എന്ന് പറഞ്ഞാലും വിച്ച് ഈസ് ലെസ് റിസ്ക്കിയാണ്, മോർ ഫാമിലി ടൈം കിട്ടും. പിന്നെ ഇവരുടെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും എയർപോർട്ട്സ്, മെട്രോസ്, PSUs ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ CISFൻ്റെ. ആൾക്കാർ CISF ആണ് എടുക്കുന്നത്. പിന്നെ ഈ പോകുന്ന വഴിക്കത്തെ ഇത് നമ്മൾ ആദ്യം ഓർത്തു എന്തോ തടാകമാണ്, അരുവിയാണ്. പക്ഷെ ബയ്യ പറഞ്ഞല്ല, ഇത് മലയുടെ മേളിൽ നിന്ന് മഞ്ഞുരുകി വീഴുന്ന വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്, അല്ലാണ്ട് അരുവി തടാകം ഒന്നുമില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പഹൽഗാമിലെത്തി. 2 മണിക്കൂറിൻ്റെ ട്രാവലിന് ശേഷമാണ് നമ്മളെത്തിയത്. ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും നമുക്ക്. അങ്ങനെ ബാർഗെയിൻ കഴിഞ്ഞ് നമ്മൾ പോണി റൈഡിനുള്ള റെഡി ആക്കിയ ചേട്ടായി കയറി. എൻ്റെ വീഡിയോസ് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എടുക്കുന്നു, ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ നടക്കുകയാണ്. പോണി റൈഡ് എന്ന് പറഞ്ഞാൽ കാണുന്ന പോലത്തെ അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ, കുറച്ച് റിസ്കി പരിപാടിയാണ്. കാരണം നമ്മൾ കയറുന്നതനുസരിച്ച് ഒരു പറ്റാലും ആൾക്കാർ താഴോട്ടിറങ്ങി വരുന്നുണ്ട്. പിന്നെ ഈ വഴിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ദുർഘടം പിടിച്ച പാതയാണ്. കുറച്ച് എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യം, ഇച്ചിരി ഭയങ്കര പേടിയുള്ളവർ ഇതിൽ കയറരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം താഴോട്ട് നമ്മളോട് ഈ ഗൈഡ് പറയുന്നുണ്ട്, നിങ്ങൾ താഴോട്ട് ഒരിക്കലും നോക്കരുത്, മേലോട്ട് നോക്കുക, കാഴ്ചകൾ കാണുക. നേരാണ്. ഇത് ഇമാതിരി വഴി കൂടെ ഒക്കെ കയറി പോകുന്ന കണ്ടാൽ നമുക്ക് പിന്നെ പേടി വരാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ എന്നാലും നമ്മൾ നോക്കിപ്പോകും. കാരണം ഏത് വഴി കൂടിയാണ് പോകുന്നത് നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ. മേലോട്ട് പോകുമ്പോൾ എങ്ങനെ ഇരിക്കണം, താഴോട്ട് വരുമ്പം ഈ പോണിയുടെ മേളിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ. അല്ലെങ്കിൽ നമ്മൾ വീഴും, ഈ പോണിയായിട്ട് നമ്മൾ വീഴും. പോണി വീഴത്തില്ല കേട്ടോ, നമ്മളെ മറിച്ചിട്ട് പോണി പോകും. അങ്ങനെ നല്ല വശവ്യത്യാസമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം ബാർഗെയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല നടപ്പുണ്ട് ഇത്. അവരെന്ന് പറഞ്ഞാൽ ഈ ഗൈഡ് എന്ന് പറഞ്ഞാൽ ബെയർ ഫൂട്ടല്ല, ബട്ട് അവർ ബൈ ഫൂട്ടാണ് വരുന്നത്. നല്ല നടപ്പുണ്ട്. നമ്മൾ പിന്നെ ഇതിൻ്റെ മണ്ടയിലിരിക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ ഒത്തിരി ബാർഗെയിൻ ചെയ്യണ്ട. നമ്മളെന്നാലും അധികം ബാർഗെയിൻ ചെയ്തില്ല കേട്ടോ. ഇവിടെ വരുന്നവർ അധികം ബാർഗെയിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നല്ല ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 1 സൈഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. 1 അവർ അടുത്ത്. തിരിച്ച് എനിക്ക് ഈ കയറിയതിനേക്കാളും റിസ്ക് തോന്നിയത് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ വേറൊരു പോണി വന്ന് എൻ്റെ കാലിനിട്ടിടിച്ച് എൻ്റെ കാലൊക്കെ മുറിഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മൾ മിനി സ്വിറ്റ്സർലൻഡിലെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. പക്ഷേ സൂപ്പർ ആട്ടോ അല്ലേ മിനി സ്വിറ്റ്സർലൻഡ്. അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അതുകൊണ്ട് മിനി സ്വിറ്റ്സർലൻഡിൽ വന്ന് ചില്ല് ചെയ്യുന്ന ഒരാൾ. മിനി സ്വിറ്റ്സർലൻഡ് മീൻസ്
ഇത് നോക്ക്, സ്നോ അല്ല, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആകട്ടോ, മസ്റ്റ് വിസിറ്റ്. മൈ ഗോഡ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ടാണ് പോണിയിൽ കയറി ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ, നല്ല ധൈര്യം വേണം. ബട്ട് എല്ലാവരും കയറുന്നുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഈ സ്നോ, ഈ സ്കൈ, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഒരാൾ ഫുൾ ഫോട്ടോ എടുത്ത് കളിക്കുക. ഇനി നോക്കേട്ടായി, സിപ്പ് ലൈനും ഉണ്ട് ഇവിടെ. നല്ല വെയിലാണ്, ബട്ട് നല്ല തണുപ്പാണ്, കാറ്റുണ്ട്. സോ വിത്ത് ജാക്കറ്റ് തന്നെ നമ്മൾ മാക്സിമം വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഉള്ള എന്തേലും. ടിങ് 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 ടിങ്. മുഷ്കില്. അങ്ങനെ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാന്ന് വിചാരിച്ച് നടക്കുക കേട്ടോ. പോകുന്ന വഴിക്കത്തെ കാഴ്ച, ഡാൻസ് ഒക്കെ കളിക്കുക. ഒരു എന്റർടൈൻമെന്റ്, ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്ത? ഇതിലെ നമ്മള്, നിങ്ങളിപ്പോ ക്യാമറയിൽ കൂടെ കാണുമ്പോ അത്ര ഇരുന്ന് കാണിച്ചില്ല, ബട്ട് നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ കാണുമ്പോ ഉണ്ടല്ലോ ഉള്ള ഒരു ഭംഗി, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാരും പറ്റുന്ന പോലെ എപ്പോഴേലും ഒക്കെ ഒന്ന് വരാൻ ശ്രമിക്കുക കാശ്മീരിൽ. ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പുറകെ ചേട്ടായി വരും. ഒരാളുടെ ചാർജ് പറഞ്ഞിട്ട് 150 or 200 rupees എങ്ങാണ്ടാണ്. അപ്പോൾ ഫൈനലി നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ റെഡിയായി. അപ്പം ഇനി നമുക്ക് സിപ്പ് ലൈൻ ചെയ്തിട്ട് കാണാം. റെഡി സെറ്റ് ഗോ. എൻ്റെ ടേൺ വന്നു. ബൈ ബൈ. എൻ്റെ ടേൺ കഴിഞ്ഞ് ഇനി അടുത്ത് വരുന്ന ചേട്ടായി ആയിട്ടോ. അവൻ ചേട്ടായി, ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ഫുൾ ഞാൻ റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നു, ഫുൾ വ്യൂസ് കാണുന്നു. പക്ഷേ ചേട്ടായിക്ക് പാവം ഒറ്റ വ്യൂവിൽ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ആ ഒരു ഒറ്റ സ്പ്രെഡിലാണ് പോയത്. ചേട്ടൻ്റെ കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ അവൻ്റെ അതല്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം കൂട്ടാം. അങ്ങനെ ഫൈനലി ചേട്ടായി എത്തി. നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സക്സസ്ഫുള്ളി സിപ്പ് ലൈൻ ചെയ്തു, ഞങ്ങൾ വന്നു. ചേട്ടാ എൻ്റെ ക്യാബ്, ചേട്ടായുടെ ക്യാബ് ജാക്കറ്റിൻ്റെ അകത്ത് വെച്ചേക്കുക. ആ ഒരാൾ ഉണ്ട്, പിന്നെ ഇല്ല അതിനകത്താ ഉണ്ട്. ഇല്ല ഇല്ല അതിനകത്ത് ആളില്ല. ചായ വായോ ഗ്യാസോ എന്തെങ്കിലും കുടിക്കുന്നോ?
അതെ ആ വൈൻ്റെ അകത്ത് കറക്റ്റ് അതങ്ങ് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ കുറെ നടന്നു കഴിഞ്ഞു വന്നിട്ട് കാഴ്ചയാണ് കാശ്മീർ ഡ്രസ് ഇട്ട് എല്ലാവരും ഫോട്ടോ. എന്റെ വലിയ ആഗ്രഹം കാശ്മീർ വന്ന് എനിക്ക് ഡയറക്റ്റ് ആപ്പിൾ തിന്നുക, പിന്നെ ഈ കാശ്മീർ ഡ്രസ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് കാശ്മീർ വന്നത്. പക്ഷെ ആപ്പിൾ നടന്നില്ല, ബാക്കി 2 നടന്നു കേട്ടോ. ഞാൻ വിടുവോ ഇല്ല. ഇതാണ് 400-450 ആണ് ഫുൾ സെറ്റിന്റെ റെന്റ് എന്ന് പറഞ്ഞാല്. ഈ മാലയ്ക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാണുന്ന പോലെ ഇല്ല. പക്ഷേ നമ്മുടെ ആഗ്രഹമല്ലേ, നമ്മൾ ആഗ്രഹിച്ച് നടക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല, ചുമ്മാതെയല്ല. ചുമ്മാ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ആഗ്രഹിക്കുക. എപ്പോഴേലും അങ്ങനെ പുള്ളി കാശ്മീരി പെൺകുട്ടിയാക്കി മാറ്റുകയാണ്. പുറകിൽ അത് വരുന്നതല്ലേ അപ്പൊ കേരള तब से ठीक है कोई होता है सिस्टर तब उस मां ना छोड़ी और उधर जाएगा करना है दोस्तों तो वही पहले आप बोलते हैं फूल नहीं आएगा फूल नहीं आएगा हाँ फूल है ना आपको नहीं करना नहीं नहीं मुझसे नहीं उधर जाओ उधर फूल मटका मटका उधर है पीछे उधर ही फोटो ले लो ഇനി നമ്മുടെ ഫോട്ടോ സെക്ഷൻ വീഡിയോ ആണ്. ചേട്ടായി ഇൻസ്ട്രക്ഷൻസ് തരുന്നു. ഞാൻ ഇത് അവിടെ വെക്കുക, എന്നിട്ട് ആ ഫൂല് പോലെ എടുക്കുക. ഈ കൊട്ടയും ചട്ടിയും വട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്. നമ്മൾ വെച്ച് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരും എടുക്കാനായിട്ട്. ഇത് ചുമ്മാ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കേട്ടോ. എൻ്റെ ഇടയിൽ അയാൾ വന്നു. നടക്ക് നടക്ക് ഇടി പുറകെ കൂടെ ഇങ്ങനെ ഇടുക, കഴുത്തേൽ ഇങ്ങനെ ഇടുക ചെയ്യുന്ന. അങ്ങനെ ഇടുക, വള്ളി പോലെ ഇടും. इधर आना बेटी, നടക്ക് ഇങ്ങോട്ട് നടക്ക്. അങ്ങനെ ഫൈനലി കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് വിശന്നു. നമ്മൾ ചുമ്മാ വേറെ നോക്കിയപ്പോൾ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ സ്നാക്സ് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു കുഞ്ഞു ബോട്ടിൽ നമ്മൾ വെളിയിൽ 20 രൂപയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ പഹൽഗാമിൻ്റെ മേളിൽ 40 രൂപ കൊടുത്താണ് വാങ്ങുന്നത്. ഒരു ബോട്ടിൽ 40. അപ്പോൾ ലേസിൻ്റെ കാര്യം ചിന്തിക്കാണ്ട് 20 ലേസ് ആണെങ്കിൽ 40 ലേസിന്. പക്ഷേ വേറെ നിവർത്തിയില്ലായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം അതുപോലെ നടന്നു, രാവിലെ വെളുപ്പിനെ കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയായി സമയം. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി. നമ്മുടെ ബയ്യ നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പോൾ നമ്മൾ ഫുൾ പാൻറ്റിലെല്ലാം ചെളിയായിരുന്നു. ബയ്യ പറഞ്ഞു ഇത് ഇവിടെ പോയി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പോലും, അപ്പം കാഴ്ചകളും കാണാമല്ലോ, ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ ഒന്ന് ചേട്ടായി വീടാൻ പോയി. എനിക്ക് ഞാൻ പേടിച്ചു.
ഇതെന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയിൽ നിന്ന് മഞ്ഞുരുകി വീഴുന്ന വെള്ളമാണ് കേട്ടോ, അല്ലാണ്ട് മറ്റേ അരുവിയൊന്നുമല്ല. നമ്മൾ ആദ്യം വിചാരിച്ചു അങ്ങനെ, അപ്പം ബയ്യ പറഞ്ഞല്ല ഇത് മഞ്ഞുരുകി വീഴുന്ന വെള്ളം മാത്രമാണെന്ന്. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പറ്റുന്നവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാശ്മീരിൽ വരിക, കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമാണ്. നിങ്ങൾക്ക് മഞ്ഞ് കാണണമെങ്കിൽ മഞ്ഞിൻ്റെ ടൈം വരിക, അല്ലെങ്കിൽ ഈ ആപ്പിളിൻ്റെ ഒക്കെ ആ ടൈമിലാണെങ്കിൽ അങ്ങനെ വരിക. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി എവറി വൺ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.